തിരുവനന്തപുരത്തെ വെള്ളപ്പൊക്ക ദുരിത നിവാരണത്തിന് കേന്ദ്രം 200 കോടി രൂപയുടെ പദ്ധതി പ്രഖ്യാപിച്ചു. സന്നിധഘട്ടത്തിൽ കേരളത്തിന് മോദി സർക്കാരിന്റെ സഹായഹസ്തമെന്ന് രാജീവ് ചന്ദ്രശേഖർ. കേരളത്തിൽ പ്രളയത്തിൽ ആളുകൾ മരിച്ചുവെന്ന് രാജീവ് ചന്ദ്രശേഖറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ട്രോളുകൾക്ക് വഴിവെച്ചിരുന്നു. ആർ അനന്തകൃഷ്ണനുണ്ട് വിവരങ്ങളുമായി. അനന്തൻ, ഈ ഒരു പദ്ധതി പ്രഖ്യാപിച്ചതോടെ എന്തായാലും നേരത്തെ ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റിന്റെ ക്ഷീണം രാജീവ് ചന്ദ്രശേഖറിന് മാറിക്കിട്ടുമായിരിക്കും. എന്താണ് പദ്ധതിയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ? സന്ധ്യ, അങ്ങനെ വേണം കരുതാൻ. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ, അതായത് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥി കൂടിയായ രാജീവ് ചന്ദ്രശേഖറിൻ്റെ വാർത്താക്കുറിപ്പിലാണ് തിരുവനന്തപുരം നഗരത്തിലെ അടക്കം 9 നഗരങ്ങളിലെ വെള്ളപ്പൊക്കം പരിഹാരത്തിന് വേണ്ടി കേന്ദ്ര സർക്കാർ ഒരു പദ്ധതി 200 കോടി രൂപയുടെ ഒരു പദ്ധതി തയ്യാറാക്കിയതായി ഇപ്പോൾ വിവരം പുറത്തു വരുന്നത്. ഈ 200 കോടി കേന്ദ്ര സർക്കാർ ഈ 200 കോടിയുടെ പദ്ധതി അത് ഈ നഗരങ്ങൾ ഉൾപ്പെട്ട സംസ്ഥാനങ്ങൾ തയ്യാറാക്കി നൽകണം എന്നാണ് ഈ വാർത്താക്കുറിപ്പിൽ പറയുന്നത്. അതായത് കേരളമടക്കം 9 നഗരങ്ങളിലെ വെള്ളപ്പൊക്കത്തിന് ശാശ്വത പരിഹാരം എന്ന നിലയ്ക്കാണ് ഈ പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത്. ഈ മെയ് മാസം അവസാനിക്കുന്നതിന് മുൻപ് തന്നെ വിശദമായ ഒരു പദ്ധതി രൂപരേഖ തയ്യാറാക്കി കേന്ദ്ര സർക്കാരിന് നൽകിയാൽ മാത്രമേ ഈ പണം ലഭിക്കുകയുള്ളൂ. മാത്രമല്ല 200 കോടിയുടെ പദ്ധതിയുടെ രൂപരേഖയാണ് നൽകേണ്ടത്. അതിൽ 150 കോടി രൂപ കേന്ദ്ര സർക്കാർ നൽകുമെന്നാണ് ഈ വാർത്താക്കുറിപ്പിൽ വ്യക്തമാകുന്നത്. അതായത് ഈ പദ്ധതിയുടെ 75% കേന്ദ്ര സർക്കാർ നൽകും. ബാക്കി തുക സംസ്ഥാനം തന്നെ കണ്ടെത്തേണ്ടി വരും എന്നാണ് ഈ വാർത്താക്കുറിപ്പിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് എടുത്തു പറയുന്നില്ല. നേരത്തെ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പദ്ധതി ഉണ്ടായിരുന്നു. അതായത് 7 നഗരങ്ങളിലെ ദുരിത നിവാരണങ്ങൾക്ക് വേണ്ടി ഏതാണ്ട് 1800 കോടി രൂപ, ഒരു 2500 കോടി രൂപയുടെ ഒരു പദ്ധതി. അതേ മാതൃകയിലാണ് മറ്റ് 9 നഗരങ്ങളിലെ വെള്ളപ്പൊക്ക എന്തായാലും 9 നഗരങ്ങൾ, തിരുവനന്തപുരം ഉൾപ്പെടെ 9 നഗരങ്ങൾക്കായി 1800 കോടിയുടെ പദ്ധതിയാണ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്.